ജോൾ സ്റ്റോക്കിലേക്ക് സ്വാഗതം. ഞാൻ ജോളി അടിമത്ര. ഇന്ന് ഒരു പുസ്തകത്തെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. എൻ്റെ പുസ്തകത്തെ പറ്റി തന്നെയാണ്. ഔദ്യോഗികമായി പ്രകാശനം നടന്നിട്ടില്ല. ഇതാണ് പുസ്തകം, യേശു പറഞ്ഞ ഉപമകൾ. മാതൃഭൂമി ബുക്സ് ആണ് ഇറക്കിയിരിക്കുന്നത്. ഇത് മാതൃഭൂമി പബ്ലിഷ് ചെയ്ത എൻ്റെ മൂന്നാമത്തെ പുസ്തകമാണ്. ഗാന്ധിജിയുടെ കൊച്ചുമകൻ കാന്തിലാൽ ഗാന്ധിയുടെ ഭാര്യയും മലയാളിയുമായ സരസ്വതി ഗാന്ധിയുടെ ആത്മകഥയായിരുന്നു എൻ്റെ ആദ്യത്തെ പുസ്തകം. ജെറുസലേം ദൈവപുത്രന്റെ നാട്ടിലേക്ക് എന്ന ഇസ്രായേൽ യാത്രാ വിവരണമാണ് രണ്ടാമത്തേത്. യേശു പറഞ്ഞ ഉപമകളാണ് പുതിയത്. എന്തുകൊണ്ടായിരിക്കും യേശു ഉപമകളിലൂടെ സാധാരണക്കാരോട് അധികവും സംവദിച്ചത്? 12-ാം വയസ്സിൽ ജെറുസലേം ദേവാലയത്തിൽ പെരുന്നാൾ കൂടാൻ യേശുവും മാതാപിതാക്കളും പോയി. പെരുന്നാൾ കൂടി ഒരു ദിവസത്തെ വഴി പിന്നിട്ടപ്പോഴാണ് കുട്ടി കൂടെയില്ല എന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കിയത്. ബന്ധുക്കളും നാട്ടുകാരുമായ സഹയാത്രികർക്കൊപ്പം ഉണ്ടാവുമെന്നാണ് അവർ കരുതിയത്. അവർക്കിടയിൽ ഓടി നടന്ന് തിരഞ്ഞു. കുട്ടി എവിടെയെങ്കിലും ഇല്ല എന്ന് മനസ്സിലാക്കിയ അച്ഛനമ്മമാർ ആധിയോടെ ജെറുസലേം ദേവാലയത്തിലേക്ക് തിരിച്ചു നടന്നു. അവർ തിരിച്ച് ജെറുസലേമിൽ ദേവാലയത്തിൽ എത്തിയപ്പോഴേക്കും 3 ദിവസം കഴിഞ്ഞിരുന്നു. ദേവാലയത്തിൽ ചെന്ന് കുട്ടിയെ പരതുമ്പോൾ ദാണ്ടെ നമ്മുടെ യേശുക്കുട്ടൻ ഉപദേഷ്ടാക്കളുടെ നടുവിൽ ഇരിപ്പുണ്ട്. മുതിർന്ന ഉപദേഷ്ടാക്കന്മാരുമായി അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും സംവദിക്കുകയും ചെയ്യുന്ന കാഴ്ച. ആ ചെറു ബാലന്റെ സംസാരം കേട്ടു നിന്നവർക്ക് അവന്റെ ഉത്തരങ്ങളിലും വിവേകത്തിലും വിസ്മയം തോന്നിയെന്നാണ് ബൈബിൾ പറയുന്നത്. പല വർഷങ്ങൾ വലിയ ന്യായശാസ്ത്രിമാരുടെ കീഴിൽ അഭ്യസിച്ചിറങ്ങിയ ശാസ്ത്രിമാരോടാണ് ആ 12 വയസ്സുകാരന്റെ സംവദിക്കൽ. മരപ്പണിക്കാരനായ ജോസഫിന്റെയും വീട്ടമ്മയായ മറിയത്തിന്റെയും മകന്റെ വിജ്ഞാനം അവരെ അത്ഭുത പരതന്ത്രരാക്കി. പിന്നെന്തുകൊണ്ട് യേശു പുരുഷാരത്തോട് പ്രസംഗിക്കുമ്പോഴെല്ലാം ലളിതമായ ഉപമ പറഞ്ഞ് വിശദീകരിച്ചു? ഉപമ കൂടാതെ ഒന്നും പറഞ്ഞില്ല എന്നാണ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുവിന്റെ പ്രഭാഷണം കേൾക്കാൻ ഓടിക്കൂടിയവരിൽ അധികവും വെറും സാധാരണക്കാരായിരുന്നു. മുക്കുവർ, ഇടയന്മാർ, കച്ചവടക്കാർ, കൃഷിക്കാർ, വീട്ടമ്മമാർ എന്നിങ്ങനെ. അവരോട് ജെറുസലേം ദേവാലയത്തിലെ ശാസ്ത്രിമാരോട് സംസാരിച്ച ഭാഷയിൽ സംസാരിച്ചാൽ അവർക്ക് വല്ലതും പിടികിട്ടുമോ? അതിനാൽ യേശു തന്റെ സംവാദം ലളിതമായ ഉപമകളിലൂടെ പരിഷ്കരിച്ചു. കൃഷിക്കാരോട് വിതയ്ക്കാൻ പോയ കർഷകന്റെ കഥ പറഞ്ഞപ്പോൾ അവർക്ക് വേഗം പിടികിട്ടി. വീട്ടമ്മമാരോട് പുളിച്ച മാവിന്റെ ഉപമ, കർഷകരും ഇടയന്മാരുമുള്ള സദസ്സിൽ കാണാതെ പോയ ആടിന്റെ കഥ, ചെറുപ്പക്കാരോട് വീട് വിട്ടുപോയ ധൂർത്ത മകന്റെ കഥ, മുക്കുവരോടാവട്ടെ എല്ലാം പിടിക്കുന്ന വീശുവലയുടെ ഉപമ. എല്ലാം ചെന്ന് നിൽക്കുന്നതോ സ്വർഗരാജ്യത്തിലും. ഉപമകളും ദൈവരാജ്യവും മാല കോർക്കും പോലെ ഇണക്കിച്ചേർത്ത പ്രസംഗം. ആ ഉപമകളാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമവും പുതിയ നിയമവുമായി 66 പുസ്തകങ്ങൾ ചേർന്ന സത്യവേദ പുസ്തക പരിഭാഷ ലേശം കട്ടിയാണ്. ഓശാന ബൈബിൾ കുറച്ചുകൂടി സിമ്പിളാണ്. ലളിതമായി സാധാ ഭാഷയിലാണ് ഈ ഉപമകൾ ഞാൻ എഴുതിയത്. യേശു പറഞ്ഞ 40 ഉപമകൾ ഈ പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട്. ചെറിയ മക്കൾക്ക് മനസ്സിലാകുന്ന വിധത്തിലുള്ള കഥകളാണിത്. പേരക്കുട്ടികൾക്ക് സമ്മാനം നൽകാം. മാതൃഭൂമി ബുക്ക് സ്റ്റാളുകളിൽ നിന്ന് ഈ പുസ്തകം വാങ്ങാം. 190 രൂപയെ ഈ പുസ്തകത്തിന് വിലയുള്ളൂ. പുസ്തകം വായിച്ചിട്ട് നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീണ്ടും കാണാം.